1 ബില്യൺ വർഷങ്ങളായി സൂര്യപ്രകാശം അടിത്തട്ടിൽ എത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ തണുത്തുറഞ്ഞ സ്ഥലത്തിന് താഴെയുള്ള ജലവും മറ്റൊരു ഘട്ടത്തിൽ ചൂട് നീരുറവകളും അസ്ഥികൾ തകർക്കുന്ന മർദ്ദവും ഭൂപ്രകൃതിയും ചന്ദ്രനെ പോലെ എന്ന് പലപ്പോഴും വിശേഷിക്കപ്പെടുന്നു. സീ ലെവലിൽ നിന്നും ഏകദേശം 11,000 മീറ്ററിന് താഴെ നിഗൂഢതകളും ശാസ്ത്രജ്ഞർക്ക് ഗവേഷണത്തിലുള്ള അപാരമായ സാധ്യതകളും നിറഞ്ഞ ഒരു അണ്ടർ വാട്ടർ ലോകം നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായ മരിയാന ട്രെഞ്ചിന്റെ കഥയാണിത്. സമുദ്രത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമാണ് മരിയാന ട്രെഞ്ച്. കരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയെപ്പോലും ഉള്ളിലൊതുക്കാനാകുന്ന മഹാ ആഴം. ജപ്പാൻ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ 2500 കിലോമീറ്ററിലധികമായി സമുദ്രത്തിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും മലയിടുക്കുകളും നിറഞ്ഞ മേഖലയാണ് മരിയാന ട്രെഞ്ച്. 1872 ബ്രിട്ടൻ റോയൽ നേവി കപ്പലായ HMS ചലഞ്ചറിൽ സമുദ്രങ്ങളുടെ ആഴവും അടിത്തട്ടിന്റെ ഘടനയും പഠിക്കാൻ ഗവേഷകർ യാത്ര തിരിച്ചു. 4 വർഷത്തിൽ 70,000 കിലോമീറ്റർ യാത്ര. നീളമുള്ള കയറിൽ ഈയക്കെട്ടകൾ കെട്ടി ഓരോ 140 കിലോമീറ്ററിലും ആഴം അളന്നുകൊണ്ടിരുന്നു. പസഫിക് ഓഷ്യനിൽ മരിയാന ട്രെഞ്ചിന് മുകളിൽ കയർ താഴ്ത്തി. ഈയക്കെട്ട കയറിനെ താഴ്ത്തിക്കൊണ്ടിരുന്നു. 26,850 അടി, ഏകദേശം 8,183 മീറ്റർ ആഴത്തിലാണ് അത് നിന്നത്. തുടർന്നുള്ള ഗവേഷണത്തിൽ ആ ഭാഗത്ത് അടിത്തട്ട് ആദ്യം കുത്തനെ ചെരിഞ്ഞിറങ്ങുന്നതും പിന്നീട് കുറച്ചു ദൂരം പരന്നു കിടക്കുന്നതും കണ്ടെത്തി. അതിന് മുന്നോട്ട് പോയപ്പോൾ കിലോമീറ്ററുകൾ നീണ്ട കുത്തനെ വീണ്ടും ഗർത്തം. 75 വർഷം കഴിഞ്ഞ് 1951 റോയൽ നേവിയുടെ HMS ചലഞ്ചർ 2 വിദേശ പഠനം നടത്തി. സോണാർ ഉപയോഗിച്ച് 35,760 അടി, ഏകദേശം 10,900 മീറ്റർ വരെ അളന്നെടുത്തു. ഈ കപ്പലിന്റെ ഓർമ്മയ്ക്കാണ് ഈ ആഴത്തിന് ചലഞ്ചർ ഡീപ്പ് എന്ന് പേരിട്ടത്. 2010 അമേരിക്കയിലെ സെന്റർ ഓഫ് കോസ്റ്റൽ ഓഷ്യൻ മാപ്പിംഗ് നടത്തിയ സർവേയിൽ 36,070 അടി, ഏകദേശം 10,994 മീറ്റർ ആഴമാണ് രേഖപ്പെടുത്തിയത്. മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് മരിയാന ട്രെഞ്ചിന്റെ ഭാഗമായ ചലഞ്ചർ ഡീപ്പ്. പസഫിക് ഓഷ്യന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഗുവാൻ ദ്വീപിൽ നിന്ന് 340 കിലോമീറ്റർ അകലെയാണിത്. ഏറ്റവും ആഴമുള്ള സ്ഥലമാണെങ്കിലും ഇത് ഭൂമിയുടെ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത സ്ഥലമല്ല. ഭൂമധ്യരേഖയിൽ ഭൂമി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ് ഇതിനുള്ള കാരണം.